എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. GYMAT 101 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് കുട്ടികൾ പഠിക്കുന്ന മൊഡ്യൂൾ 3 GYMAT 101 ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസിലെ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് മൊഡ്യൂൾസ് നമ്മൾ പഠിച്ചു. നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളും നാലാമത്തെ മൊഡ്യൂളും ട്രാൻസ്ഫോംസ് ആണ്. അപ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങളൊരു പുതിയ സാധനം പഠിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത, ഇതുവരെ കാണാത്തൊരു സാധനം, പുതിയൊരു സാധനം നമ്മൾ പഠിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ട്രാൻസ്ഫോംസ്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്? അപ്പം നിങ്ങൾക്ക് പഠിക്കാം, അതായത് ഇലക്ട്രിക്കൽ സയൻസുകാർക്കും ഫിസിക്കൽ സയൻസുകാർക്കും പഠിക്കാനുള്ള സാധനമാണ് എന്ത്, ഈ പറയുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം. നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികൾക്ക്, അതായത് GYMAT 101 കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് ഇത് പഠിക്കാനില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അവർക്കും പിന്നീട് വരുന്നുണ്ട് കുറച്ചൊക്കെ, എങ്കിലും നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് വരുന്ന സാധനമാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ആയാലും ശരി, ഫൊറിയർ ട്രാൻസ്ഫോം ആയാലും ശരി, നിങ്ങൾക്ക് ഇതില്ലാതെ പറ്റത്തില്ല. കാരണം ഇനി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന യാത്രകളിലെല്ലാം തന്നെ നിങ്ങൾ മാത്തമാറ്റിക്സ് ഒക്കെ ആദ്യത്തെ 4 സെമസ്റ്റർ കൊണ്ട് കഴിയും. അതിനുശേഷം പിന്നെ കോർ സബ്ജക്റ്റുകളിലേക്ക് കയറും. കോർ സബ്ജക്റ്റുകളിലേക്ക് കയറുമ്പോൾ പവർ സിസ്റ്റം, അങ്ങനെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിലേക്കൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് പല സർക്യൂട്ടിൻ്റെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാനും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കറിയാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ +2 തൊട്ട് പരിചയപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിന് മുമ്പ് മാത്സിൽ നിങ്ങൾക്ക് അപാരമായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ഈ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ഭാഗമായിട്ട് തന്നെ ധാരാളം ഡിഫറൻഷ്യൽ ഇക്വേഷൻസും അതിന്റെ പല ടൈപ്പ് സൊല്യൂഷൻസും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ മാത്തമാറ്റിക്സ് ഒക്കെ സെമസ്റ്ററുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കോർ സബ്ജക്റ്റിന്റെ സെമസ്റ്ററുകളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തുവരും, ഈ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഇഷ്ടംപോലെ ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഓർഡിനറി, ലീനിയർ ഉണ്ട്, എക്സാക്റ്റ് ഉണ്ട്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, പിന്നെ കോശീസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, കോശി ഓയിലർ എന്ന് പറഞ്ഞൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഇഷ്ടംപോലെ ടൈപ്പ് വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാം തന്നെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോരോ മെത്തേഡ്സ് ആണ്. അവിടെ എല്ലാം തന്നെ നമുക്കറിയാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അഥവാ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഉള്ള ഇക്വേഷനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് വേണം, ഇൻ്റഗ്രേഷൻ വേണം. ശരിയല്ലേ? അപ്പം ഇൻ്റഗ്രേഷൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? അതും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഒരു രീതിയിലല്ല സോൾവ് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ മെത്തേഡാണ് സോൾവ് ചെയ്യാൻ. അപ്പോൾ പല പല മെത്തേഡുകൾ പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം സംഭവിക്കുമ്പോൾ, അതായത് ഇപ്പോൾ നിങ്ങൾ LCR സർക്യൂട്ട് ആയിക്കോട്ടെ, LR സർക്യൂട്ട് ആയിക്കോട്ടെ, ഈവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്ന ഏത് ഇലക്ട്രിക്കൽ സർക്യൂട്ടും ആയിക്കോട്ടെ, അത് സോൾവ് ചെയ്ത് അവിടുത്തെ കറണ്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിലോ ഒരു വേരിയബിൾ കണ്ടുപിടിക്കണമെങ്കിലോ ഒക്കെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നിങ്ങൾക്ക് ഒരു ടൂൾ, ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോം. എന്താണ് ട്രാൻസ്ഫോം? അപ്പൊ ഇതെങ്ങനെയാണ് യൂസ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലേക്ക് നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും? ഈ ഒരു ട്രാൻസ്ഫോം നമ്മൾ LT എന്ന് പറയും, ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ സിമ്പിൾ ഓൾജിബ്രായിക് ആയിട്ടുള്ള ഇക്വേഷൻ ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ഓൾജിബ്രായിക് ആയിട്ടുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് അത് സോൾവ് ചെയ്ത് ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ സോൾവ് ചെയ്തെടുത്തതിന് ശേഷം ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ റിവേഴ്സ് ടൂൾ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യും. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും. ശ്രദ്ധിച്ചിരിക്കണേ, ഈ ട്രാൻസ്ഫോം നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡൊമൈനിൽ നിന്നും മറ്റൊരു ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ട്രാൻസ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫോം എന്തിനാ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് തന്നെ മാത്രം എടുത്തു പറയാനുള്ള കാരണം, ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ അത് ലാപ്ലേസ് ട്രാൻസ്ഫോം മാത്രമല്ല. ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ട്, ഫൊറിയർ ട്രാൻസ്ഫോം ഉണ്ട്, Z എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോം ഉണ്ട്. അങ്ങനെ ഒരുപാട് ട്രാൻസ്ഫോംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാനും ഉണ്ട്. അപ്പോൾ അതിനകത്ത്
ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇപ്പൊ ഏതൊരു ട്രാൻസ്ഫോം ആയിക്കോട്ടെ, ഇപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സിമ്പിൾ ഓൾജിബ്രായിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഇന്റഗ്രേഷന്റെ ഉപയോഗമേ നമുക്ക് വേണ്ട. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ടൈം ഡൊമൈനിൽ നിൽക്കുന്ന ഒരു സാധനത്തിനെ ഫ്രീക്വൻസി ഡൊമൈൻ അഥവാ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുന്നത്. അതായത് ടൈം ഡൊമൈനിൽ നിൽക്കുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്തിന്റെ സഹായത്തോടു കൂടി? ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ സഹായത്തോടു കൂടി. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ സഹായത്തോടു കൂടി അതിനെ നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്ത് ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ നടത്തി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തുകൊണ്ട് തിരിച്ച് ടൈം ഡൊമൈനിലുള്ള സൊല്യൂഷൻ ആക്കും. ഓക്കെ, സൊല്യൂഷൻ ഇൻ ടൈം ഡൊമൈൻ ആക്കും. മനസ്സിലായോ? സോ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം? ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ഇലക്ട്രിക്കൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പഠിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് സിമ്പിളായിട്ട് ഓൾജിബ്രായിക്കലി സോൾവ് ചെയ്യാനായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഹെൽപ്പ് ചെയ്യും. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇപ്പൊ ടൈം ഡൊമൈനിൽ നിൽക്കുമ്പോൾ ഒരു ഇക്വേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ, അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, സോൾവ് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ, ആ ടൈം ഡൊമൈനിൽ നിന്ന് അതിനെ നേരെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺവേർട്ടിംഗ് ടൂളാണ്. ദാറ്റ് ഈസ് ആൻ ഇന്റഗ്രേഷൻ ഫോർമുല. ഓക്കെ, ഒരു ഇന്റഗ്രേഷൻ ഫോർമുലയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ആ കൺവേർട്ട് ചെയ്ത് കൺവേർട്ടഡ് ആയ സാധനം ഓൾജിബ്രായിക്കലി സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് സോൾവ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തുകൊണ്ട് നമ്മൾ ടൈം ഡൊമൈനിലേക്ക് തന്നെ തിരിച്ച് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ഇത് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് പഠിക്കണം. ഇവിടെ തൊട്ടാണ് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങേണ്ടത്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ യൂസ്ഡ് ടു ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നോക്കണേ, ശ്രദ്ധിച്ചിരിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ശ്രദ്ധിച്ചിരിക്കണേ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഇതെങ്ങനെ ഡിനോട്ട് ചെയ്യാം? എഫ് ഓഫ് ടി എന്ന് പറയുന്ന ടൈം ഡൊമൈനിൽ നിൽക്കുന്ന ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നോക്കണേ, ഇതാണ് ഇങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഇതെങ്ങനെ വായിക്കുന്നത്? എൽ ഓഫ് എഫ് ഓഫ് ടി അഥവാ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഈ ഇക്വേഷൻ നല്ല വൃത്തിയായിട്ട് കൊണ്ട് ആദ്യമേ പഠിച്ചേ. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ ഫംഗ്ഷൻസിന്റെയും ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്. നോക്കണേ മക്കളെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇത് ചെയ്യുമ്പോൾ ഈ ടിയിലുള്ള ഫംഗ്ഷൻ എന്തിലേക്ക് മാറും? എസ്, മറ്റൊരു ഡൊമൈനിലേക്ക്, അതായത് എഫ് ഓഫ് എസ് എന്നുള്ള ഒരു ഫംഗ്ഷനായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സംഭവം കിട്ടിയോ? ഇത് ഉപയോഗിച്ചിട്ടാണ് ഏതൊരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈ ഇക്വേഷൻ ഉപയോഗിച്ചൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണമാണ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1. എഫ് ഓഫ് ടി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിക്കണം. നോക്ക്, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന 1 ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity. നോക്കിക്കേ, എഫ് ഓഫ് ടിയുടെ പ്ലേസിലോട്ട് 1 കൊടുക്കുക. 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വരും. ഓക്കെ ആണല്ലോ? 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. 1 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇ റൈസ് ടു മൈനസ് എസ് ടി തന്നെയാണ്. ഇന്റഗ്രൽ 0 to infinity ഡി ടി. നോക്കണേ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ റൈസ് ടു എ ടി ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് വരിക? ഇന്റഗ്രൽ ഇ റൈസ് ടു എ ടി ഡി ടി എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എ ടി ഡിവൈഡഡ് ബൈ എ ആണ്. ഓക്കെ, അതായത് ടിയുടെ കോയിഫിഷ്യൻ്റ് കൊണ്ട് നമ്മൾ ഹരിക്കണം.
ക്ലിയർ ആണല്ലോ. അപ്പൊ ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ എന്താണ് വരിക? ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ ടിയുടെ കോയിഫിഷ്യന്റ് മൈനസ് എസ് ആണ്, അതുകൊണ്ട് ഹരിച്ചു ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടിയുടെ പ്ലേസിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? ഇൻഫിനിറ്റി കൊടുക്കണം. അപ്പം ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. നമ്മൾ എസും ഇൻഫിനിറ്റിയുടെ കൂടെ എന്ത് ചെയ്താലും ഇൻഫിനിറ്റി ആണെന്ന് നമുക്കറിയാം, ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ഒഴികെ. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഈ ടിയുടെ പ്ലേസിലേക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 ഇ റൈസ് ടു ഇൻഫിനിറ്റി ആണ്. അത് 1 ഇൻഫിനിറ്റി വരും. ആൻസർ 0 വരും. ഓക്കെ, അതായത് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഉണ്ടോ? കണ്ണും പൂട്ടി ആൻസർ എന്തെന്ന് എഴുതാം? 0 എന്ന് എഴുതാം. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തേ. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടിയുടെ പ്ലേസിലോട്ട് 0 കൊടുക്കണം. അപ്പം ഇ റൈസ് ടു 0 വരും. ഇ റൈസ് ടു 0 എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇ റൈസ് ടു 0 എന്ന് പറയുന്ന 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ടിയുടെ പ്ലേസിലോട്ട് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 വരും. അത് 1 ആവും. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? മൈനസ് എസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഈ 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. ആൻസർ എന്ത് കിട്ടി? 1/s കിട്ടി. ക്ലിയർ അല്ലയോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്ത്? 1/s. അപ്പൊ എക്സാമിന് നമുക്കൊരു 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് റിസൾട്ടായിട്ട് ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s. പക്ഷെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ 1-2 എണ്ണം ഈ ബേസിക് റിസൾട്ട് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, സോ 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതങ്ങ് പഠിക്കുകയും കൂടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളോട് 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾ 1/s എന്നുള്ള ആൻസർ ഉടനെ പറയണം. അത് ഒന്ന് എഴുതി നമുക്ക് ബോക്സ് ചെയ്യണം. ദെയർഫോർ ലാപ്ലേസ്, നമുക്കത് ടേബിളായിട്ട് ഞാൻ തരാം 1-2 എണ്ണം പഠിച്ചതിന് ശേഷം. അതിന് മുമ്പായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് നമ്മൾ വൃത്തിയായിട്ട് ഒരെണ്ണം ചെയ്തതല്ലേ, അപ്പോൾ അതൊന്ന് എഴുതി ബോക്സ് ചെയ്തിടാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/s ആണ്. 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s. ഇതങ്ങ് മനസ്സിൽ പതിയണം. ഓക്കെ, ഇതേപോലെ നമുക്ക് 1-2 ആൾക്കാരുടെയും കൂടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഈ അടിസ്ഥാനപരമായ ഫോർമുല ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത നമുക്ക് ഇ റൈസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചു. രണ്ടാമതായിട്ട് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി. ശ്രദ്ധിച്ചിരിക്കണം, ഇ റൈസ് ടു എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു എ ടി ആണ്. വേണ്ട, അപ്പോൾ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടിയുടെ പ്ലേസിലോട്ട് ഇ റൈസ് ടു എ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വരും. ഓക്കെ, നമുക്കറിയാം എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. ശരിയല്ലേ? അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇതെങ്ങനെ വരും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു എ ടി മൈനസ് എസ് ടി ഡി ടി എന്ന് വരും. ശരിയാണല്ലോ? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു എ ടി മൈനസ് എസ് ടി ഡി ടി എന്ന് വരും. ഇനി ന്യൂമറേറ്ററിൽ നിന്ന് ഈ പവറിൽ നിന്ന് നമുക്കൊരു മൈനസ് ടി ഇങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞേ? ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എ എന്ന് വരും ഡി ടി. ഓക്കെ ആണോ? നോക്കിയാടാ, ഒന്ന് ഓപ്പൺ ചെയ്തേ. മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എസ് ടി തിരിച്ചു കിട്ടുന്നുണ്ട്. മൈനസ് ടി ഇൻറ്റു മൈനസ് എ പ്ലസ് എ ടി തിരിച്ചു കിട്ടുന്നുണ്ട്. കോമൺ എടുത്ത് കറക്റ്റ് ആണല്ലോ. ഇനി നിങ്ങൾ നോക്ക്, ടി വെച്ചിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ടിയുടെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഹരിക്കണം അല്ലേ? ഇന്റഗ്രൽ ഇ റൈസ് ടു എ ടി എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു നമ്മൾ? ഇ റൈസ് ടു എ ടി ഡിവൈഡഡ് ബൈ എ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അത് പ്രകാരം ഇത് പറഞ്ഞേ, ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഓഫ് ടിയുടെ കോയിഫിഷ്യൻ്റ് എസ് മൈനസ് എ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ എന്ന് വരും. ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കണം, ഇവിടെ ടി ഉണ്ട്. ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് എസ് മൈനസ് എ. ഇത് അതേപോലെ തന്നെ ഇങ്ങോട്ട് എഴുതുക. ടിയുടെ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണല്ലോ ഇ റൈസ് ടു എ ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇ റൈസ് ടു എ ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇ റൈസ് ടു എ ടി അതേപോലെ മുകളിൽ വരും. ടിയുടെ കോയിഫിഷ്യൻ്റ് താഴെ വരും. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് മൈനസ് എ അതേപോലെ മുകളിൽ വരും. ടിയുടെ കോയിഫിഷ്യൻ്റ് മൈനസ് ഓഫ് എസ് മൈനസ് എ താഴെ വരും. ശരിയല്ലേ? ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ ഇൻഫിനിറ്റി വരെ. സോ ദിസ് ഈസ് ഈക്വൽ ടു,
അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞ മക്കളെ, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയി, അപ്പോൾ അത് 0 ആയി. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ടിയുടെ പ്ലേസിലോട്ട് 0 വരുമ്പം ഇയുടെ പവറിൽ 0 വരും. ഇ റൈസ് ടു 0 1 വരും. ബൈ ഡിനോമിനേറ്ററിൽ അതേപോലെ തന്നെ മൈനസ് ഓഫ് എസ് മൈനസ് എ. ശരിയാണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് മൈനസുകൾ എന്താവും? പ്ലസ് ആവും. ബാക്കി എന്തുണ്ട്? ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ എസ് മൈനസ് എ എന്ന് വരും. അപ്പൊ അടുത്ത പഠിച്ചില്ലയോ? ഇ റൈസ് ടു 80 ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണ്? 1 ബൈ എസ് മൈനസ് എ. Therefore, Laplace transform of e raised to 80 is equal to 1 by s minus a. e raised to 80 യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1 by s minus a ആണ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, e raised to minus 80 യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus 80 നോക്കണേ. അതായത് ഇവിടെ എ റീപ്ലേസ് ചെയ്തുകൊണ്ട്, ശ്രദ്ധിച്ചോണേ, ഇവിടുത്തെ എ റീപ്ലേസ് ചെയ്തുകൊണ്ട് മൈനസ് എ ആക്കി. അപ്പൊ ഈ ഉത്തരത്തിലും നിങ്ങൾ കാണുന്ന ഈ എ റീപ്ലേസ് ചെയ്തുകൊണ്ട് മൈനസ് എ കൊടുക്കണം. ശരിയാണല്ലോ. അപ്പൊ എന്ത് വരും? 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ. എ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ശരിയല്ലേ? അപ്പൊ ഇവിടെ മൈനസ് എ ആണെങ്കിൽ ഇവിടുത്തെ എ മാറ്റിക്കൊണ്ട് മൈനസ് എ ആക്കണം. മൈനസ് എ, ഇപ്പൊ 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. 1 ബൈ എസ് പ്ലസ് എ എന്ന് വരും. ഓക്കെ, ഇതും കൂടെ പഠിച്ചു വെക്കുക. ഇതിന്റെ കൂടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 80 ആണ് എങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 1 ബൈ എസ് പ്ലസ് എ ആയിരിക്കും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 80 ആണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 1 ബൈ എസ് പ്ലസ് എ ആയിരിക്കും. നോക്കണേ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു 80 എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് മൈനസ് എ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 80 എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് പ്ലസ് എ. രണ്ടാമത്തെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ആദ്യം നമ്മൾ 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചു. ഉത്തരം 1 ബൈ എസ്. ഇ റൈസ് ടു 80യുടെ ഉത്തരം 1 ബൈ എസ് മൈനസ് എ. ഇ റൈസ് ടു മൈനസ് 80യുടെ ഉത്തരം 1 ബൈ എസ് പ്ലസ് എ. ക്ലിയർ? ഒരെണ്ണം കൂടെ നമുക്ക് ഡിറൈവ് ചെയ്ത് പഠിക്കാം. ബാക്കിയുള്ളതൊക്കെ റിസൾട്ട് ആയിട്ട് ഡയറക്റ്റ് പഠിച്ചാൽ മതി. ഓക്കെ, സോ അടുത്ത നമുക്ക് മൂന്നാമത്തെ ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിക്കാം. അപ്പോൾ നമ്മൾ 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ബൈ എസ്. ഇ റൈസ് ടു 80യുടേത് 1 ബൈ എസ് മൈനസ് എ. ഇ റൈസ് ടു മൈനസ് 80 ആണെങ്കിൽ 1 ബൈ എസ് പ്ലസ് എ. അടുത്തൊരെണ്ണം പഠിക്കാം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, നോക്കണേ, മൂന്നാമത്തത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നോക്കണേ. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടിയുടെ പ്ലേസിലോട്ട് ടി കൊടുക്കാം. ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി, അല്ലെ? ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇവിടെ നമുക്ക് എന്തുപയോഗിക്കാം? ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ള നിയമം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ലെബനിസിന്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇന്റഗ്രൽ യു വി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇത് ഓൾജിബ്രായിക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണെങ്കിൽ നമ്മൾ ഐലേറ്റ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ പഠിക്കുന്നുണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, ഓൾജിബ്രായിക്ക്, എന്താണ് ട്രിഗണോമെട്രിക്, എക്സ്പോണൻഷ്യൽ, ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഐലേറ്റ് എന്നുള്ള പ്രിൻസിപ്പിൾ. അതായത് നിങ്ങൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഈ ഒരു രൂപത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ ഇൻ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ +2 പഠിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഒരു എഞ്ചിനീയറിംഗ് ലെവലിലൊക്കെ ആയി. നമുക്ക് ഇനിയും അതേ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകണമെന്നില്ല. ഇതൊരു ഓൾജിബ്രായിക്ക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ആക്കുന്ന ആളാണെങ്കിൽ, അതായത് ടിയുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 1 ആണ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയി പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ യു വി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഇന്റഗ്രൽ യു വി എന്ന് പറയുന്നത്, സോറി, ഇത് ബെർണോളിയാണ് കേട്ടോ. ഞാൻ മുമ്പേ ലെബനിസിന്റെ പേരാ പറഞ്ഞതെന്ന് തോന്നുന്നു. ലെബനിസ് nth ഇന്റഗ്രലിന്റെ ആളാണ്. ഇത് nth ഡെറിവേറ്റീവിന്റെ ആളാണ്. ഇത് ഇന്റഗ്രേഷന്റെ ഫോർമുല ബെർണോളിയുടെയാണ് കേട്ടോ. ഇന്റഗ്രൽ യു വി ബെർണോളിയുടെ ഇക്വേഷൻ ആണ്. സോറി, ഞാൻ അറിയാണ്ട് സയന്റിസ്റ്റിന്റെ പേര് മാറ്റി പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാറ്റി പറഞ്ഞിട്ടുണ്ട്. ബെർണോളിയാണ് കറക്റ്റ്. ഇന്റഗ്രൽ യു വി ആര് കണ്ടുപിടിച്ചാലും നമുക്ക് ഇക്വേഷൻ ചെയ്താൽ മതി, ആൻസർ കിട്ടിയാൽ മതി. ഇന്റഗ്രൽ യു വി ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണേ. ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ്: യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 മൈനസ് എക്സെട്ര. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്?
ഇൻ്റഗ്രൽ യു വി എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ചോണം. ഇത് ഇവിടെ ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ്, ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അതായത് മുന്നോട്ടുള്ള വരുന്ന സെമസ്റ്ററുകളിലൊന്നും നമുക്ക് ഒഴിവാക്കാനേ പറ്റാത്ത ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻ്റഗ്രേഷനകത്തും കയറി വരുന്ന ഒരു സംഭവമാണിത്. നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്നൊക്കെ പറഞ്ഞ സാധനം പിന്നീട് പഠിക്കാനുണ്ട്. അതിനകത്തൊക്കെ ഇതേ ഉള്ളൂ അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനിലും. ഇൻ്റഗ്രൽ യു വി എന്ന് പറയുന്നത് യു വി വൺ ഫൊറിയർ സീരീസ് അല്ല, അടുത്ത ഫൊറിയർ സീരീസ് ഉണ്ട്. സ്വന്തമായിട്ട് ട്രാൻസ്ഫോമും സീരീസും ഒക്കെ ഉള്ള ആളാണ് ഫൊറിയർ. ആളുടെ സീരീസാണ് നിങ്ങൾക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആൾക്ക് ട്രാൻസ്ഫോം ഉണ്ട്, അത് പിന്നീട് പഠിക്കും. ഇൻ്റഗ്രൽ യു വി എന്ന് പറയുന്നത് യു വി വൺ മൈനസ് യു ഡാഷ് വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് വി ത്രീ. അപ്പോൾ ആദ്യം ഇതൊന്ന് മനസ്സിലാക്കുക, സംഭവം വളരെ സിമ്പിളാണ്. ഈ കാണുന്ന യു ഇത് അപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന യു എന്ന് പറയുന്നത് ഓൾജിബ്രായിക്ക് ആയിരിക്കണം. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിൻ്റെ ഫർദർ ഒരു പർട്ടിക്കുലർ nth ഓർഡർ ഡെറിവേറ്റീവ് അതിൻ്റെ 0 ആവണം. അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആവണ്ട. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആയി കഴിഞ്ഞാൽ ആൻസർ 0 ആണ്. അതായത് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സംഭവം 0 ആവണം. അല്ലെങ്കിൽ ഒരു നമുക്ക് 0 ആവാണ്ട് പോകരുത്. ഇപ്പം സൈൻ എക്സ് ആയിട്ട് നമ്മൾ യു എടുത്തു കഴിഞ്ഞാൽ സൈൻ എക്സിൻ്റെ കോസ് എക്സ്, കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ്, പിന്നെ സൈൻ കോസ് സൈൻ കോസ് സൈൻ കോസ് എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. നമുക്കത് ഡെറിവേറ്റീവ് എടുത്ത് 0 ആക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇപ്പോൾ എക്സ് ക്യൂബ് ആണെങ്കിൽ, അതാണ് ഓൾജിബ്രായിക്ക് എന്ന് എടുത്ത് പറയാനുള്ള കാരണം, എക്സ് ക്യൂബ് ആണെങ്കിൽ എക്സ് ക്യൂബിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 3x², സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 6x, അടുത്ത ഡെറിവേറ്റീവ് 6, അടുത്ത ഡെറിവേറ്റീവ് 0. അങ്ങനെയുള്ള ആളെ വേണം നമ്മൾ യു ആയിട്ട് ചൂസ് ചെയ്യാൻ. നോക്ക്, അപ്പോൾ അത് തിരിഞ്ഞ കിടക്കുന്നെങ്കിൽ യു, അതായത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഓൾജിബ്രായിക്ക് ആയിട്ടുള്ള ഫംഗ്ഷൻ രണ്ടാമതാണ് കിടക്കുന്നെങ്കിൽ അത് ആദ്യം എഴുതിയിട്ട് വേണം ഈ റൂൾ അപ്ലൈ ചെയ്യാൻ. പിടികിട്ടിയോ? അതിനുവേണ്ടിയാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ യു വി എന്ന് പറഞ്ഞാൽ യു വി വൺ, ആദ്യം ഇതങ്ങ് പഠിക്കടാ. യു വി വൺ മൈനസ് യു ഡാഷ് വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് വി ത്രീ മൈനസ് എക്സെട്ര. ഇതാണ് ആ ഇക്വേഷൻ. ഇതിൻ്റെ സംഭവം ഇത്രേ ഉള്ളൂ. ഈ യുവിനെ നമ്മൾ നേരെ പിടിച്ച് ഇങ്ങോട്ടിടുന്നു. യുവിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇവിടേക്ക് എഴുതുന്നു, യു ഡാഷ്. അതിൻ്റെ ഡെറിവേറ്റീവ് യു ഡബിൾ ഡാഷ് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഡെറിവേറ്റീവ് 0 ആവും. എങ്കിലേ നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മൊത്തം ഇത് എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. യെസ്. ഇനി നെക്സ്റ്റ് വിയുടെ ഇൻ്റഗ്രൽ ശ്രദ്ധിച്ചോണേ. ഇവിടെ നമ്മൾ യുവിനെ ഒന്നും തൊടാതെ നേരെ പിടിച്ചിങ്ങോട്ട് ഇടുകയാണ് ചെയ്തത്. പക്ഷേ വിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴേ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ഇവിടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ നിങ്ങോട്ട് പോകുമ്പോഴേ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൻസറാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ആ വി വണ്ണിൻ്റെ ഇൻ്റഗ്രലാണ് വി ടു. വി വണ്ണിൻ്റെ ഇൻ്റഗ്രലാണ് വി ടു. ഓക്കെ. ഈ ഇൻ്റഗ്രൽ എഴുതുമ്പം പർട്ടിക്കുലർലി ഒരു ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഒരു മൈനസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെറിവേറ്റീവിൻ്റെയും ഇൻ്റഗ്രലിൻ്റെയും കൂടെ ഒക്കെ ചിഹ്നങ്ങൾ തമ്മിൽ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ആളുടെ ഇൻ്റഗ്രൽ വേണം ഇവിടെ എഴുതാൻ. പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ഇവിടെ വെച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇവിടെ ഈ ഡെറിവേറ്റീവിൻ്റെ ഫലമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു മൈനസ് വരാം. ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ ഈ വി വണ്ണിൻ്റെ ഫലമായിട്ട് ആദ്യമേ ഇപ്പോൾ കോസ് എക്സ് ആണ്, ഇപ്പോൾ സൈൻ എക്സ് ആണെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് മൈനസ് കോസ് എക്സ് വരാം. ഒരു മൈനസ് അവിടെ വരാം. ആ മൈനസ് ഒരിക്കലും ബ്രാക്കറ്റിന് പുറത്താക്കരുത്. ഓക്കെ. ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ആ ഇൻ്റഗ്രലിനെയാണ് വീണ്ടും നമ്മൾ ഇപ്പുറത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സൈനൊക്കെ പുറത്തിട്ടിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വേറെ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ മിസ്റ്റേക്ക് വരുത്തരുത്. അതിനാണ് ഈ ബ്രാക്കറ്റ് പ്രോപ്പറായിട്ട് ഇടണമെന്ന് പറയുന്നത്. വി വണ്ണിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വി ടു, അത് ആ ബ്രാക്കറ്റിനുള്ളിൽ. അതിനുള്ളിൽ മൈനസ് ഉണ്ടെങ്കിൽ പുറത്തുള്ള മൈനസ് ആക്കി പ്ലസ് ആക്കാനൊന്നും പോകരുത്. ഇതിനകത്തുള്ള മൈനസ് ആ ഇൻ്റഗ്രലിൻ്റെ സാധനമാണ്, അത് അവിടെ തന്നെ കിടക്കട്ടെ. കാരണം അവൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ഇപ്പുറത്ത് വേണം. ഇവിടെ കാണുന്ന മൈനസ്, ഇവിടെ ഒരു മൈനസ് വന്നു, ഈ മൈനസും കൂടെ പ്ലസ് ആക്കി കഴിഞ്ഞാൽ ഈ വി ടു മാറി. വി ടുവിനെ അല്ല പിന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എഴുതുന്നത്. പിടികിട്ടിയോ? ഈ വി ടുവിനെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് വി ത്രീ. അതായത് വി ടുവിനകത്തുള്ള മൈനസിനെ പുറത്തുള്ള മൈനസും ആക്കി പ്ലസ് ആക്കി കഴിഞ്ഞാൽ വി ടു തന്നെ മാറി. പിന്നെ വേറെ ഫംഗ്ഷനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനത്തെ മിസ്റ്റേക്ക് കാണിക്കരുത്. അതിനാണ് യു ഷുഡ് ഹാവ് ടു യൂസ് ബ്രാക്കറ്റ് പ്രോപ്പർലി ഫോർ ദിസ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ബ്രാക്കറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിരിക്കണം. വി വണ്ണിൻ്റെ ഇൻ്റഗ്രൽ വി ടു, വി ടുവിൻ്റെ ഇൻ്റഗ്രൽ വി ത്രീ. അതായത് ബ്രാക്കറ്റിനകത്ത് നമ്മളൊന്നും പണിയാൻ പോരുത്. നമ്മൾ ഭയങ്കര ആവേശമാണ്, 2 മൈനസ് കണ്ടു പ്ലസ് ആക്കി കഴിഞ്ഞാൽ സന്തോഷമായി. ഇവിടെ നമ്മൾ ആ പരിപാടി വേണ്ട. കാരണം ഈ മുഴുവൻ ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്തുവേണമെങ്കിലും ചെയ്തു. 2 മൈനസ് ചേർത്ത് പ്ലസ് ആക്കുമോ, 3 മൈനസ് ചേർത്ത് മൈനസ് ആക്കുമോ, എന്തുവേണമെങ്കിലും ചെയ്തു. പക്ഷെ ഫുൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം. ഓക്കെ. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഒരു ഐഡിയ, ഒരു ബേസിക് ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആവും. നോക്കണം മക്കളെ.
ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി t ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. നോക്ക്, യു ഇതാണ് നമ്മുടെ യു. അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0 ആവുന്ന ആളാണോ നോക്കണം. ടിയുടെ ഡെറിവേറ്റീവ് 1, 1ന്റെ ഡെറിവേറ്റീവ് 0 വിത്ത് റെസ്പെക്ട് ടു ടി ആണ് മക്കളെ. നോക്കുക, അപ്പോൾ വേണ്ട യു ടി അതേപോലെ എഴുതി. v1 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ, ശരിയല്ലേ? ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ എന്തുവാ? ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്, ശരിയാണല്ലോ? ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ എന്തുവാ? ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്. അതിനെ ബ്രാക്കറ്റ് ഉപയോഗിച്ചു. ഇനി ഈ മൈനസ് കൊണ്ട് പുറത്തൊന്നും ഇടണ്ട. ഇനി ഇയാളുടെ ഇന്റഗ്രലാണ് അടുത്ത വരാൻ പോകുന്നത്, ശ്രദ്ധിക്കണേ മക്കളെ. അതിനാണ് കറക്റ്റ് ബ്രാക്കറ്റ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. മൈനസ് യു ഡാഷ്, ഈ ടിയുടെ ഡെറിവേറ്റീവ് 1, v2 എന്ന് പറഞ്ഞാൽ ഈ v1ന്റെ ഇന്റഗ്രൽ, ഈ v1ന്റെ ഇന്റഗ്രൽ. നോക്കണേ, അവിടെ ഈ ഒരു 1 ബൈ മൈനസ് എസ് കോൺസ്റ്റന്റ് ആണ്, അത് ഞാൻ മാറ്റി നിർത്തി. ഇ റൈസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ് പ്ലസ് യു ഡബിൾ ഡാഷ്. ഇപ്പം ഈ ടിയുടെ ഡെറിവേറ്റീവ് ആണ് 1, 1ന്റെ ഡെറിവേറ്റീവ് അടുത്ത 0 ആണ്. അപ്പൊ ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അപ്പൊ എന്തോടാ? ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് 1 ഇൻറ്റു, ഇനി നമ്മൾ നോക്കിയേ, മൈനസും പ്ലസ് ആവും. ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസും എസ് സ്ക്വയർ ആവും. ക്ലിയർ ആണല്ലോ? സെറ്റാണേ. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ മറന്നു പോരുത്. ഓവർ ദ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 മുതൽ ഇൻഫിനിറ്റി വരെ, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് നമുക്ക് ആ ലിമിറ്റ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് പറഞ്ഞേ. ആദ്യം എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇൻഫിനിറ്റി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി. ഇപ്പം ഇ റൈസ് ടു മൈനസ് എസ് ടി വരുന്നുണ്ട്, അത് 0 ആയി. മൈനസ് ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ്, അതായത് ടിയുടെ പ്ലേസിലേക്ക് ഇൻഫിനിറ്റി വരുമ്പോൾ ഇവിടെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും, ഇവിടെയും ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. അത് രണ്ടും 0 ആയി. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിയുടെ പ്ലേസിലോട്ട് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, അത് 0 ആയി. മൈനസ് ഇ റൈസ് ടു 0 1 ആയി ബൈ എന്താണ്? എസ് സ്ക്വയർ. ഓക്കെ, ഇവിടെ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം. ഇവിടെ ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ടി ഉണ്ട്, അതായത് 0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ആണ് കൊടുക്കുന്നത് അല്ലേ? അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ടിയുടെ പ്ലേസിലോട്ട് ഇൻഫിനിറ്റി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0. ഇൻഫിനിറ്റി ഇൻറ്റു 0 എന്നത് 0 ആണോ എന്ന് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ തോന്നാം. ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ടൈപ്പ് അല്ലേ സാർ, ഇതെങ്ങനെയാണ് 0 എന്ന് പെട്ടെന്ന് പറയാൻ പറ്റുക? ഇതിന്റെ പിന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ടൈം കൺസ്ട്രെയിന്റ് ആണ് ഇവിടെ വർക്ക് ആവുന്നത്, അത് സമയാനുസൃതമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ വർക്ക് ആവുന്നത്. അതായത് ഈ ടി നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി, ഇ റൈസ് ടു മൈനസ് എസ് ടി, അതായത് ടിക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആണല്ലോ, അത് 0യിലേക്കാണ് വരുന്നത്, ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ എത്രേ ഉള്ളൂ, ഇത് തമ്മിൽ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ആൻസർ 0 ആവുന്നു എന്ന് ചോദിച്ചാൽ ടി ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ ഒരുപാട് സമയമെടുക്കും. അതായത് ഏകദേശം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ടി ഫൈനൈറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക, വീണ്ടും കുറേ ദൂരം പോകണം ഇൻഫിനിറ്റിയിലേക്ക് എത്താൻ. ഇത് ഫൈനൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി 0യിലേക്ക് എത്തും. അപ്പോൾ ഈ ഫൈനൈറ്റ് ഇൻറ്റു 0 ആണ് ആക്ച്വലി 0 ആവുക, അല്ലാണ്ട് ഇൻഫിനിറ്റി ഇൻറ്റു 0 എന്ന് എഴുതിയതല്ല ഞാനിവിടെ. ഓക്കെ, ഇങ്ങനെയൊക്കെ കുറച്ച് പിന്നാമ്പുറ കഥകളുണ്ട്, അതൊന്നും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. അറിയണമെന്നുള്ളവർക്ക് എക്സ്ട്രാ കുറച്ച് അന്വേഷിച്ച് പോയാൽ ഇങ്ങനെ കുറേ സംഭവങ്ങൾ അറിയാൻ പറ്റും. ഇത് തന്നെ കഷ്ടിയാണ് പഠിക്കുന്നത്, പിന്നെയാണ് ഇങ്ങനെയുള്ള കുറച്ചുകൂടെ എക്സ്ട്രാ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ മക്കളെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും. ആൻസർ എന്ത് വരും? 1/s² വരും ആൻസർ. ഓക്കെ, എടാ അപ്പം നോക്കിക്കേ, ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s². അപ്പോൾ മൂന്നാമതൊരു ലാപ്ലേസ് ട്രാൻസ്ഫോമും കൂടെ നിങ്ങൾ പഠിച്ചു. എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/s². ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറയുന്നത് 1/s². ഇതിനെ നമുക്ക് വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. എങ്ങനെയാണ്? ഈ ഒരു ഇക്വേഷൻ എല്ലാവരും പഠിച്ചോണേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇക്വേഷൻ നമ്മൾ അടുത്ത ടേബിൾ വരയ്ക്കും, അന്നേരം എല്ലാ ഇക്വേഷനും പറയാം.
ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1. എല്ലാവരും ഒന്ന് പഠിച്ചേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടി റൈസ് ടു 1 ആണല്ലോ ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു 1 അഥവാ ടി എന്ന് പറയുന്നത് എന്ത് വരും? 1 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 1 പ്ലസ് 1. 1 ഫാക്ടോറിയൽ 1 ആണ്, എസ് റൈസ് ടു 1 പ്ലസ് 1 2 ആണ്. അപ്പോൾ 1 ബൈ എസ് സ്ക്വയർ. വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വന്നല്ലോ. അപ്പോൾ ടി സ്ക്വയറിൻ്റെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു എൻ എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1 ആണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? 2 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 2 പ്ലസ് 1. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1, എസ് റൈസ് ടു 2 പ്ലസ് 1 3. അതായത് 2 ബൈ എസ് ക്യൂബ് വരും ആൻസർ അല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ എടുത്താൽ 2 ബൈ എസ് ക്യൂബ് വരും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി എന്ന് പറയുന്നത് 1 ബൈ എസ് സ്ക്വയർ ആണ്. ശരിയാണല്ലോ? അപ്പോൾ ഇതേപോലെ ഏത് ഫംഗ്ഷൻ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഏത് ഫംഗ്ഷൻ കിട്ടിയാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏത് എഫ് ഓഫ് ടി കിട്ടിയാലും നമുക്ക് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇതേപോലെ എല്ലാം ഒന്നും ഡിറൈവ് ചെയ്ത് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന റിസൾട്ടുകൾ കാണാതെ പഠിക്കണം എന്നുള്ളത് 100% ഉറപ്പാണ്. സിലബസിൽ ആദ്യം പറയുന്ന ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് ക്രോഡീകരിച്ച് നമുക്കൊന്ന് ടേബിൾ ആക്കിയിടാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിന്റെ ടേബിൾ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കൺസെപ്റ്റ് കൂടെ പഠിക്കാം. നോക്കണേ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നമുക്കറിയാം എഫ് ഓഫ് ടി ടൈം ഡൊമൈനിലുള്ള ഒരു ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? നമ്മളിപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. സൈനിന്റെ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ്, കോസിന്റെ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ്. സൈൻ അപ്പുറം പോയ സൈൻ ഇൻവേഴ്സ് ആവും, കോസ് അപ്പുറം പോയാൽ കോസ് ഇൻവേഴ്സ് ആവും. അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഈക്വൽ സൈൻ്റെ അപ്പുറം പോയാൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആവും. ശരിയല്ലേ? അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എൽ അപ്പുറം പോയാൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. ശ്രദ്ധിച്ചിരിക്കണേ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഒരു എഫ് ഓഫ് ടി ആയിരിക്കും. അതായത് എസ്സിലുള്ള ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ടിയിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. നമുക്കറിയാം 1-2 എക്സാമ്പിൾ. അപ്പോൾ നമുക്കറിയാം 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/s ആണ്. അപ്പോൾ 1/sന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്ത്? 1. പഠിച്ചില്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് തന്നെ എഴുതി നോക്കാം. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s² ആണ്. അപ്പോൾ 1/s² ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ആര്? ടി. ശരിയല്ലേ? പിന്നെ നമ്മൾ പഠിച്ചത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി എന്ന് പറയുന്നത് 1/s-a ആണ്. ഓക്കെ, അപ്പൊ ഈ 1/s-a ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ആര്? ഇ റൈസ് ടു എ ടി. ശരിയല്ലോ? അപ്പൊ ഇങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയുന്ന ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് എന്ത് എഴുതാം? അതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാം. അപ്പോൾ നമുക്ക് 2 ടേബിളായിട്ട് എഴുതാം. ഒരു സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഫംഗ്ഷൻസിൻ്റെയും, ഇപ്പുറത്ത് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അങ്ങനെ നമുക്ക് 2 ടേബിളായിട്ട് എഴുതി ആ ടേബിളാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇതിൽ നിന്ന് നല്ല വൃത്തിക്ക് കാണാതെ പഠിക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ലാപ്ലേസ് ട്രാൻസ്ഫോമും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും ഒക്കെ നമുക്കൊന്ന് ടേബിൾ ആകാം. നോക്കണേ, സോ ഇവിടെ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാം. ഇവിടെ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാം. നോക്കണേ, നമ്മൾ പഠിച്ചതൊക്കെ എഴുതി തന്നെ തുടങ്ങാം. പിന്നെ എക്സ്ട്രാ കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം 1. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് നെക്സ്റ്റ് നമുക്ക് ടി എടുക്കാം. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s². 1/s².
ഓക്കെ, അപ്പോൾ 1/s²ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി ആയിരിക്കും. ശരിയാണല്ലോ. ഇനി അത് ജനറലൈസ് ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n നമ്മൾ പഠിച്ചു, n⁻s⁻n+1 അല്ലെ. t⁻n-ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? n⁻s⁻n+1. അപ്പം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് n⁻s⁻n+1 ആണ് എന്ത്? t⁻n. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, n⁻ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇവിടെ ഇടണമെന്നില്ല, ഇവിടെ ഗുണിച്ചേക്കുമാണ്, അത് ഇപ്പുറം വരുമ്പോൾ ഡിവിഷനാവും. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുത്താൽ മതി. ഇപ്പോൾ എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കണം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s⁻n+1 ആണ് t⁻n/n⁻. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് വരുന്ന ആൾക്കാരെയൊക്കെ അപ്പുറത്ത് കൊടുത്തു വേണം നമ്മൾ എഴുതാനായിട്ട്. ആ രീതിയിൽ എഴുതി ശീലിക്കണം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതുമ്പോൾ. ഇനി അടുത്ത നോക്ക്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at. e⁻atയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s-a. അപ്പം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s-a എന്ന് പറയുമ്പോൾ എന്ത് വരും? e⁻at. ശരിയാണല്ലോ. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻at എന്ന് പറഞ്ഞാൽ എന്താണ്? 1/s+a. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s+a is equal to e⁻at എന്ന് വരും. ശരിയല്ലേ? നെക്സ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇനി എഴുതാൻ പോകുന്നത് നന്നായിട്ട് പഠിച്ചോണേ, sin⁡. sin⁡യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം a/s² + a². sin⁡യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? a/s² + a². അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a/s² + a² is equal to എന്തായിരിക്കും വരുന്നത്? sin⁡80 ആയിരിക്കും വരുന്നത്. a കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഇവിടെ 1 ആക്കിക്കൊണ്ട് a നമ്മൾ ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s² + a² എന്ന് പറഞ്ഞാൽ sin�80 / a എന്നുള്ള ഇക്വേഷൻ വേണം നിങ്ങൾ കാണാതെ പഠിക്കാൻ. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos�80. cos�80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s/s² + a² ആണ്. cos�80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s/s² + a². അപ്പോൾ s/s² + a²ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? cos�80 ആയിരിക്കും. L−1 ഓഫ് s/s² + a² is equal to എന്താണ്? cos�80. L−1 ഓഫ് s/s² + a² is equal to എന്താണ്? cos�80. സെറ്റ് ആണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് അടുത്തെടുക്കാനുള്ള. നോക്കണേ മക്കളെ, ഇപ്പം ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇവിടെ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. നോക്കണേ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്. ഇനി 2 ഇക്വേഷനും കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ അപ്പോൾ ആവും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin⁡hat. hat എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin⁡hat എന്ന് പറയുന്നതിന്റെ ആൻസർ നോക്കിക്കോണേ, a/s² - a². ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin⁡hat എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ s² + a² ആണ്. നോർമൽ ട്രിഗണോമെട്രിക് സൈൻ വരുമ്പോൾ ഹൈപ്പർബോളിക് ആവുമ്പോൾ a/s² - a² ആവും, മറന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് a/s² - a² എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ വരുന്നത് sin⁡hat ആണ്. ഇവിടെ a നമുക്ക് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇപ്പുറം കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s² - a² എന്ന് പറഞ്ഞാൽ sin⁡hat/a. അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos⁡hat. cos⁡യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² - a². cos⁡യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s/s² - a². അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ L−1 ഓഫ് s/s² - a² എന്ന് പറയുന്നതാണ് എന്ത്? cos⁡hat എന്നാണ്, cos⁡hat. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
പഠിക്കണം. 1ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s, tയുടേത് 1/s², t⁻n n ഫാക്ടോറിയൽ ബൈ s⁻n + 1, e⁻at 1/s - a, e⁻at 1/s + a, sin at a/s² + a², cos at s/s² + a², sin hat a/s² - a², cos hat s/s² - a². അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഇത്രയും ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ വരുന്ന കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ എച്ച് എ ടി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ വന്നു എന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം സൈൻ എച്ച് എ ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ എച്ച് എ ടി എന്ന് പറയുന്നത് e⁻at മൈനസ് e⁻−at ഡിവൈഡഡ് ബൈ 2 ആണ്. ശരിയല്ലേ? ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടോ നോക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ എച്ച് എ ടി എന്ന് പറയുമ്പോൾ 1/2 ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ e⁻at ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s - a മൈനസ് e⁻−at ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s + a. സോ 1/2 ഇൻറ്റു ക്രോസ് ചെയ്താൽ s + a മൈനസ് ഓഫ് s - a ഡിവൈഡഡ് ബൈ s - a ഇൻറ്റു s + a എന്ന് വരും. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു s + a മൈനസ് s + a ഡിവൈഡഡ് ബൈ a - b ഇൻറ്റു a + b, a² - b². ഇവിടെ നമുക്ക് പ്ലസ് എസ് മൈനസ് എസ് കട്ട് ചെയ്യാം. 1/2 ഇൻറ്റു 2a ഡിവൈഡഡ് ബൈ s² - a², 2 കട്ട് ചെയ്താൽ a ഡിവൈഡഡ് ബൈ s² - a² എന്ന് കിട്ടും. ഇതേ ആൻസർ തന്നെ a/s² - a² ആണ് നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത് കേട്ടോ, സൈൻ എച്ച് എ ടി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ പറയുന്നത്. കോസ് എച്ച് എ ടിക്ക് പകരം എന്ത് ചെയ്യാം? e⁻at പ്ലസ് e⁻−at ഡിവൈഡഡ് ബൈ 2. ഇത് സോൾവ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എസ് ഡിവൈഡ്, ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് s/s² - a² കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ് ആദ്യം പഠിക്കാനുള്ളത്. ലീനിയാരിറ്റി പ്രോപ്പർട്ടിയുടെ പ്രോബ്ലംസ് അങ്ങോട്ട് ചെയ്ത് തുടങ്ങണമെങ്കിൽ നമ്മൾ ഇത്രയും ഫംഗ്ഷൻസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് നല്ല അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുൻപായിട്ട്, നിങ്ങൾ ഈ ക്ലാസ് കണ്ട് അടുത്ത ക്ലാസ് കാണുന്നതിന് മുൻപായിട്ട് ഇത്രയും ഫംഗ്ഷൻസിന്റെ, നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന ഇത്രയും ലാപ്ലേസ് ട്രാൻസ്ഫോം നല്ല അടിപൊളിയായിട്ട് കാണാതെ പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനി വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ ബിൽഡിംഗ് എപ്പോൾ വേണേലും പൊളിഞ്ഞു വീഴാം. സോ ആദ്യമേ തന്നെ ഇതാണ് ഇതിൻ്റെ അടിത്തറ, അത് സ്ട്രോങ് ആക്കിയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സി.